ഇവിടെ പെട്രോളിന് എത്ര റേറ്റ് അറിയോ? 109 രൂപ. അടിച്ചിട്ട് കേരളത്തിനെ കടത്തി വിട്ടു. 109 രൂപയാണ് ആന്ധ്രയിൽ പെട്രോളിന്റെ റേറ്റ്. ഓ, രാവിലെ വന്നപ്പോൾ ചായ ഇവിടുന്ന് കുടിക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഭയങ്കര തിരക്കുണ്ട്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭക്ഷണം ആവും ഇവിടെ. ദോശ, ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് അവിടെ ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, നല്ല തിരക്കാട്ടോ ഇവിടെ. ഭയങ്കര തിരക്കാണ് ഇവിടെ. ആൾക്കാരൊക്കെ അങ്ങനെ കണ്ടില്ലേ വാങ്ങാൻ വരുന്നേ. എന്താ തിരക്കുന്നു കണ്ടില്ലേ. ഉണ്ടാക്കിയതൊക്കെ തീർന്നു, അടുത്ത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഞാനങ്ങനെ ദോശയും ഓംപ്ലേറ്റും വാങ്ങിയിട്ടുണ്ട്. ദോശയും ഡബിൾ ഓംപ്ലേറ്റും കഴിച്ചതിന് 70 രൂപയായത്. ഇവിടെ നല്ല തിരക്കാട്ടോ കണ്ടില്ലേ. ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ദോശ ഉണ്ടാക്കണ കണ്ടില്ല, ഇത് കാണാൻ തന്നെ രസാട്ടോ. മസാലകളൊക്കെ ചേർക്കണ്ടതില്. ആ ഉള്ളി ഇടാൻ പോകരുത്, ഉള്ളിട്ടു. ഒണിയൻ ദോശയാണ്. അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു. അപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയത് വാങ്ങി. നീ പെട്ടെന്ന് പോണം. ഞാനിതിന് പോയപ്പോഴേ ഒരു ഇളനീര് വിൽക്കണ കട ഉണ്ട്. വിവേക് ബിഹാർ എന്നാണ്. അപ്പൊ ഓനോട് വെറുതെ അങ്ങനെ സംസാരിച്ചപ്പോഴൊക്കെ ഓൻ ഇളനീരൊക്കെ വെട്ടിക്കൊണ്ടുവന്നു. പിന്നെ ഞാൻ കുടിക്കല്ല മാർഗമല്ലല്ലോ, 30 ഉറുപ്പിയാണ് പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞു. ഏതായാലും വെയിലായി. ഞാൻ ചോറ് തിന്നാനായില്ലേ, 1 മണി കഴിഞ്ഞു. 1 മണിയായി. അപ്പൊ ചോറ് തന്നെ എഴുതിയതാ. അപ്പൊ ഏതായാലും ഇളനീരൊക്കെ വെട്ടിക്കൊണ്ടുവന്നു. ഇത് കുടിച്ചിട്ട് അങ്ങനെ ആക്കും പോലെ പോവാം. ടോൾ പ്ലാസ കണ്ടില്ലേ, ഒരുപാട് ടോൾ പ്ലാസകൾ കവർ ചെയ്ത് വന്നു. ഇതിപ്പോ ഒരു 2 വീലർ ആയതുകൊണ്ട് പ്രശ്നമല്ല, അല്ലെങ്കിൽ 4 വീലർ ഒക്കെ ആണെങ്കിൽ എത്ര ടോള് കൊടുക്കേണ്ടി വരും. വരുന്ന വഴിക്ക് ഹൈവേന്റെ സൈഡിൽ കൂടെ ഉള്ള റോഡില് നെല്ല് ഉണക്കാട്ടതാ കണ്ടില്ലേ. ഫുള്ള് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ കാണാം നെല്ല് ഉണക്കാട്ടത്. ഇയാള് കണ്ടില്ല, അതെങ്ങനെ ചവിട്ടി ലെവലാക്കി കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സൈഡിലേ മീൻ വെക്കുകയാണ്. ഇതിന് 250, 250. ഇതിന് 100, 130, 100, 100. ഇവരെന്നെ നന്നാക്കി തരും. ഇതിവിടെ എവിടെയും കായലിന് എവിടുന്നേലൊക്കെ പിടിച്ചതാവും. ഇതാണ് വരത്. ഇയാൾ ഇത് നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ മീനാണ് ഇത് നന്നാക്കിക്കൊണ്ടിരിക്കണം കണ്ടില്ലേ. ഓക്കെ, ബൈ ബൈ. ഉച്ചയായപ്പോ ചോറ് കഴിക്കാൻ കയറി. പ്ലേറ്റ് കണ്ടില്ലേ, രാജകീയ പ്ലേറ്റ് ആട്ടോ. സാധാ ഭക്ഷണമാണ്. ചോറ്, സാമ്പാർ ഒക്കെ നല്ല രസമുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഇത് കണ്ടോ, ഈ പനകൾ പാം ഓയിൽ ഉണ്ടാക്കുന്ന പനകളാട്ടത്. ഈ ഭാഗത്ത് കുറേ ഉണ്ട്. ഇവിടെ ദുബച്ചർല എന്നാണ് ഇങ്ങോട്ട് സ്ഥലപ്പേര് പറയണത്. ഇതുണ്ടല്ലേ, ഫുള്ള് പനകളാ. വശത്ത് കാണുന്നതും ഇത് തന്നെയാണ് കേട്ടോ, പനകള്. പാം ഓയിലിന്റെ പന കണ്ടല്ലേ. ഒരു റോഡ് സൈഡിൽ ഒരു ഫ്രൂട്ട്സ് കട കണ്ടുട്ടോ. ഓറഞ്ചിന്റെ ഉണ്ടല്ലേ 3 kg 100, ചെറുതാണ്. പിന്നെ ഇപ്പുറത്ത് 2 kg 100. ഇതിന് എത്ര? 1 കിലോ 100. ആപ്പിൾ 1 കിലോ 120. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ വിലകള്. നാട്ടിലത്തെ അതേ സെയിം വില തന്നെയാണ് ഇവിടെ.
ഞാനൊരു പമ്പിൽ വന്നതാണ്. യാത്രക്കാർക്കൊക്കെ പറ്റിയ പമ്പാണ്. എന്താന്ന് ഞാൻ കാണിച്ചു തരാം. സെക്യൂർഡ് പാർക്കിംഗ്, ഡോക്ടേഴ്സ് റൂം, ഡോർമെട്രി, ലേഡീസ് ടോയ്ലറ്റ്, അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതാ ഫുഡ് കഴിക്കാനുള്ള ഏരിയ അവിടെ ഉണ്ട്. അവിടെ ധാബയാണ്, ഫുഡ് കഴിക്കാൻ പറ്റിയ ഏരിയ. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കണില്ല. ഇപ്പോൾ 5 മണി ആവണുള്ളൂ. കുറച്ചും കൂടി ഓടട്ടെ, എന്നിട്ട് വേറെ എവിടെയെങ്കിലും പമ്പിൽ നിൽക്കണം. ഇന്ന് രാത്രി പതിവ് പോലെ ഒരു പമ്പിലെത്തിയിട്ടുണ്ട്. ഭാരത് പെട്രോളിയത്തിന്റെ പമ്പിലാണ്. ഇവിടെയാണ് സ്റ്റേ ചെയ്യണമെന്ന്. ഇവിടെ കുറെ ലോറിക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ടെന്റൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവർക്കൊരു റെസ്റ്റോറന്റ് ഉണ്ട്, അതിന്റെ അടുത്ത് തന്നെ ഇവിടെ ടെന്റ് അടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ടെന്റ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതവിടെ ടെന്റ് റെഡി ആക്കിയിട്ടുണ്ട്. ഹൈവേന്റെ വക്കത്ത് തന്നെയാണ് കേട്ടോ റെസ്റ്റോറന്റ്. ഇവിടെയാണ്, കണ്ടില്ലേ? ഇതാണ് റെസ്റ്റോറന്റ്. ഡ്രൈവർമാർക്കൊക്കെ ഭക്ഷണം കഴിക്കാനും അങ്ങനെയൊക്കെയുള്ള ഇതാ. ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്. വണ്ടി ഇതാ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. മഴ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇന്ന് ഏകദേശം ഒരു 350 കിലോമീറ്റർ ഓടി. അങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്.